പുലരിയുടെ നേർത്ത തണുപ്പ് അപ്പോഴും ഗ്രാമത്തെ പുതഞ്ഞു നിന്നിരുന്നു. പാടവരമ്പത്തെ പുല്ലുകളിൽ മഞ്ഞുതുള്ളികൾ വൈരം പോലെ തിളങ്ങി. ദൂരെ അമ്പലത്തിൽ നിന്ന് സുപ്രഭാതം ഒരു നേർത്ത കാറ്റുപോലെ ഒഴുകിവരുന്നുണ്ട്. ഗ്രാമത്തിന്റെ ഹൃദയവിഭാഗത്തുള്ള ഗോപിയുടെ ചായക്കടയിൽ ആളനക്കം തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കനലടുപ്പിൽ നിന്ന് ചായ തിളയ്ക്കുന്നതിന്റെയും എണ്ണയിൽ കിടന്ന് മൊരിയുന്ന ഉഴുന്നുവടയുടെ കൊതിപ്പിക്കുന്ന മണവും റേഡിയോയിൽ നിന്ന് ഒഴുകിയെത്തുന്ന പഴയ സിനിമാപ്പാട്ടും ആ പ്രഭാതത്തിന് ഒരു പതിവ് താളം നൽകി. മേശയ്ക്ക് ചുറ്റുമിരുന്ന് പത്രം നിവർത്തിവെച്ച് കണ്ണടയിലൂടെ ലോകകാര്യങ്ങൾ വായിക്കുന്ന റിട്ടയേർഡ് ഹെഡ്മാസ്റ്റർ കുറുപ്പുമാഷും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുമെന്ന് പ്രവചിക്കുന്ന കർഷകൻ വാസുവും തലേ ദിവസത്തെ സീരിയലിലെ നായികയുടെ കണ്ണീരിന്റെ കണക്കെടുക്കുന്ന 2 സ്ത്രീകളും അവിടെ ഉണ്ടായിരുന്നു. ഗോപാലൻ നായർ ജീവിച്ചിരുന്നപ്പോൾ ഈ നാടിനൊരു ഐശ്വര്യമുണ്ടായിരുന്നു. നാടിന്റെ ഏതാവശ്യത്തിനും മുന്നിലുണ്ടാകും. എന്തൊരു മനുഷ്യനായിരുന്നു! കുറുപ്പുമാഷ് പത്രത്തിൽ നിന്ന് കണ്ണെടുക്കാതെ പറഞ്ഞു. അപ്പോഴാണ് സൈക്കിൾ ബെല്ലിന്റെ ക്രിണിക്രിണി ശബ്ദം അടുത്തു വന്നതും പോസ്റ്റ്മാൻ ശശി ഒരു കൊടുങ്കാറ്റുപോലെ കടയിലേക്ക് പാഞ്ഞെത്തിയതും. അവൻ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അവന്റെ മുഖത്ത് പതിവില്ലാത്ത ഒരു വെപ്രാളവും അമ്പരപ്പുമുണ്ടായിരുന്നു. "ഗോപി, ഒരു ഗ്ലാസ് തണുത്ത വെള്ളം താ." സൈക്കിൾ ചാരിവെച്ച് അവൻ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു. "ഒരു ചായയും. തൊണ്ട വരളുന്നു." "എന്താ ശശി, വല്ല ലോട്ടറിയും അടിച്ചോ അതോ പട്ടിയോടിച്ചോ?" വാസു തമാശയായി ചോദിച്ചു. ചായക്കടയിലെ സംസാരങ്ങൾ ഒരു നിമിഷത്തേക്ക് നിലച്ചു. എല്ലാവരുടെയും ശ്രദ്ധ ശശിയിലായി. അവൻ ഒറ്റ വലിക്ക് വെള്ളം കുടിച്ചു തീർത്തു. എന്നിട്ട് ചുറ്റും നോക്കി ശബ്ദം താഴ്ത്തി. "ലോട്ടറിയല്ല, അതിലും വലുതാ പൊട്ടിയത്. നമ്മുടെ നാടിന്റെ മാനം," അവൻ പറഞ്ഞു. "ഇന്നലെ തൃശൂർ ടൗൺ സ്റ്റേഷനിൽ ഒരു കോലാഹലമുണ്ടായി. പോലീസ് ഒരു ഹോട്ടൽ റെയ്ഡ് ചെയ്തപ്പോൾ നമ്മുടെ ലക്ഷ്മി അമ്മയെ, ഗോപാലൻ നായരുടെ ഭാര്യയെ, പിടിച്ചു." ഒരു നിമിഷം അവിടെ സമ്പൂർണ്ണ നിശബ്ദതയായിരുന്നു. റേഡിയോയിലെ പാട്ടുപോലും നിലച്ചുപോയതുപോലെ. കുറുപ്പുമാഷിന്റെ കയ്യിലിരുന്ന പത്രം താഴേക്ക് ഊർന്നുപോയി. ചായ അടിച്ചുകൊണ്ടിരുന്ന ഗോപിയുടെ കൈ നിശ്ചലമായി. "ഏത് ലക്ഷ്മിയമ്മേ? തമാശ പറയാതെ പോ ശശി," ഗോപി അവിശ്വസനീയതയോടെ ചോദിച്ചു. "സത്യമാ ഗോപി, ഞാനിപ്പോൾ ടൗണിന്ന് വരുന്ന വഴിയാ. സ്റ്റേഷന് മുന്നിൽ ചെറിയൊരാൾക്കൂട്ടം. അപ്പോഴാ കാര്യമറിഞ്ഞത്. കൂടെ ഒരു ചെറുപ്പക്കാരനെ ഉണ്ടായിരുന്നു. പ്രായം ചെന്ന ഒരു സ്ത്രീയും ചെറുപ്പക്കാരനും ഹോട്ടൽ മുറിയിൽ. പോലീസ് പൊക്കി. നാണക്കേട് തന്നെ." ശശി ഒരു വടയെടുത്ത് ആവേശത്തോടെ കടിച്ചു. ഒരു വലിയ രഹസ്യം പുറത്തുവിട്ടതിന്റെ ആഹ്ലാദത്തിൽ. വാർത്ത കേട്ടവരുടെ മുഖത്ത് പല ഭാവങ്ങൾ മിന്നിമറിഞ്ഞു. ഞെട്ടൽ, അവിശ്വസനീയത, പിന്നെ പുച്ഛം നിറഞ്ഞ ചിരി. "അയ്യേ, ആ പ്രായത്തിൽ ഇങ്ങനെ ഒരു മതിമോശം വരാമോ? ഭർത്താവ് മരിച്ചിട്ട് കാലം കുറേയായല്ലോ. അതിന്റെ ആവാം." മൂലക്കിരുന്ന ഒരാൾ അടക്കം പറഞ്ഞു. "പാവം ഗോപാലൻ നായർ മുകളിലിരുന്ന് ഇതൊക്കെ കാണുന്നുണ്ടാകുമോ? അദ്ദേഹത്തിന്റെ ആത്മാവ് വേദനിക്കുന്നുണ്ടാകും." പ്രായമായ ഒരു സ്ത്രീ നെടുവീർപ്പിട്ടു. ആ നിമിഷം വരെ നാട്ടുകാരുടെ മനസ്സിൽ പതിവ്രതയും കുലീനയുമായിരുന്ന ലക്ഷ്മിയമ്മ എന്ന സ്ത്രീ നാട്ടുകാരുടെ മനസ്സിൽ പല തവണ വിചാരണ ചെയ്യപ്പെട്ടു, ക്രൂരമായി ശിക്ഷിക്കപ്പെട്ടു. ബാംഗ്ലൂരിലെ ഒരു ബഹുനില കെട്ടിടത്തിന്റെ 20ാം നിലയിൽ ശീതീകരിച്ച കോൺഫറൻസ് ഹാളിലിരുന്ന് പുതിയ പ്രോജക്റ്റിന്റെ കണക്കുകൾ അവതരിപ്പിക്കുകയായിരുന്നു മൂത്ത മകൻ രമേശ്. അവന്റെ ഓരോ വാക്കും ആത്മവിശ്വാസം തുളുമ്പുന്നതായിരുന്നു. പെട്ടെന്നാണ് പോക്കറ്റിലിരുന്ന വില കൂടിയ ഫോൺ നിർത്താതെ വിറച്ചത്. സ്ക്രീനിൽ അനിയൻ സുരേഷിന്റെ പേര് തെളിഞ്ഞപ്പോൾ അവൻ അലോസരം തോന്നി. സാധാരണഗതിയിൽ ഈ സമയത്ത് സുരേഷ് വിളിക്കാറില്ല. എന്തോ പന്തികേട് തോന്നിയ അവൻ ക്ഷമാപണത്തോടെ പുറത്തിറങ്ങി കോൾ അറ്റൻഡ് ചെയ്തു. "ചേട്ടാ, സർവനാശം. അമ്മ നമ്മളെ നാണം കെടുത്തി." ഫോണിന്റെ മറുതലയ്ക്കൽ സുരേഷിന്റെ ശബ്ദം വിറച്ചിരുന്നു. വാർത്തയുടെ ഓരോ വാക്കും ഒരു വെടിയുണ്ട പോലെയാണ് രമേശിന്റെ ചെവിയിൽ തുളച്ചുകയറിയത്. അവന്റെ തല കറങ്ങി. സമൂഹത്തിൽ താൻ പടുത്തുയർത്തിയ സ്ഥാനമാനങ്ങളുടെ അടിത്തറ ഇളകുന്നതവൻ അറിഞ്ഞു. അവനുടൻ തന്നെ ദുബായിലെ ആഡംബര ഫ്ളാറ്റിലിരുന്ന് ജീവിതമാഘോഷിക്കുന്ന അനിയൻ രാജേഷിനെയും കോയമ്പത്തൂരിലെ ഭർത്തൃഗൃഹത്തിൽ ശ്വാസം മുട്ടി ജീവിക്കുന്ന സഹോദരി സാവിത്രിയെയും വിളിച്ചു. ഫോൺ വിളികളിലൂടെ അവരുടെ രോഷവും അപമാനവും ഒഴുകി. "എങ്ങനെ തോന്നി അമ്മയ്ക്കിത് ചെയ്യാൻ? നമ്മളെപ്പറ്റി നാട്ടുകാരെന്തു വിചാരിക്കും? എന്റെ ബിസിനസ് പാർട്ട്നേഴ്സ് അറിഞ്ഞാൽ എന്താകും ഗതി?" കൊച്ചിയിലെ ഫ്ളാറ്റിലിരുന്ന് സുരേഷ് അലറി. "എന്റെ അമ്മ ഇതറിഞ്ഞാൽ എന്നെ വീട്ടിൽ കയറ്റില്ല. ഞാനിനി എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും?" സാവിത്രിയുടെ കരച്ചിലിനിടെയും ഭയമായിരുന്നു. "ആദ്യം അമ്മയെ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറ്റണം. പിന്നെ ആ ചെക്കനെ കണ്ടുപിടിച്ച് 4 പൊട്ടിക്കണം. ഈ നാണക്കേട് തീർക്കാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ." രാജേഷ് ദൂരെ എവിടെയോ ഇരുന്ന് എളുപ്പത്തിൽ കൽപ്പനകൾ നൽകി. അവരുടെ സംഭാഷണങ്ങളിൽ അമ്മ അനുഭവിച്ചേക്കാവുന്ന വേദനയോ ഏകാന്തതയോ ഒരു വിഷയമായില്ല. തങ്ങളുടെ പേരിനേറ്റ കളങ്കം,
സമൂഹത്തിൽ തങ്ങൾക്കുണ്ടാകാൻ പോകുന്ന വിലയിടിവ് എന്നിവയെക്കുറിച്ചായിരുന്നു അവരുടെ എല്ലാം ആധി. കുടുംബത്തിന്റെ മാനമെന്ന വലിയ മതിലിന് വിള്ളൽ വീണിരിക്കുന്നു. അതെത്രയും പെട്ടെന്ന് അടയ്ക്കാൻ അവർ 4 പേരും ഒരുമിച്ച് നാട്ടിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു. പോലീസ് സ്റ്റേഷനിലെ അപമാനം നിറഞ്ഞ നടപടിക്രമങ്ങൾക്ക് ശേഷം എപ്പോഴോ ലക്ഷ്മിയമ്മ ഓട്ടോയിൽ തറവാട്ടിൽ തിരിച്ചെത്തി. ഓടിട്ട പഴമയുടെ ഗന്ധമുള്ള ആ വലിയ വീട് ഒരു ഭീകരജീവിയെപ്പോലെ അവരെ തുറിച്ചു നോക്കുന്നതായി തോന്നി. ഇറയത്തെ തൂണിൽ ചാരിയവർ നിശ്ചലയായി നിന്നു. അയൽപക്കത്ത് ജനലുകളിലെ കർട്ടനുകൾ ചെറുതായി നീങ്ങുന്നതും ആളുകൾ ഒളിഞ്ഞും പാത്തും നോക്കുന്നതും അവർ കണ്ടു. ആ നോട്ടങ്ങളിൽ സഹതാപത്തേക്കാൾ കൂടുതൽ കൗതുകവും കുറ്റപ്പെടുത്തലുമായിരുന്നു. തറവാടിന്റെ ഓരോ കോണിലും ഓർമ്മകൾ പതിയിരുന്നുണ്ടായിരുന്നു. ഭർത്താവിന്റെ ഒഴിഞ്ഞ ചാരുകസേര, മക്കൾ ഓടിക്കളിച്ച മുറ്റം, അടുക്കളയിലെ കരിപിടിച്ച ഭിത്തികൾ. സ്വീകരണമുറിയിലെ ഭിത്തിയിൽ പുഞ്ചിരിക്കുന്ന ഭർത്താവ് ഗോപാലൻ നായരുടെ വലിയ ചിത്രം തൂങ്ങിക്കിടന്നു. ആ ചിരിക്ക് പിന്നിലെ പൊള്ളത്തരമോർത്തപ്പോൾ അവരുടെ നെഞ്ചിൽ ഒരു ഭാരം കയറിയിരുന്നു. മുറ്റത്തെ ചെമ്പകമരം നിറയെ പൂ തുലഞ്ഞു നിന്നിരുന്നു. അതിന്റെ മാദകമായ സുഗന്ധം കാറ്റിലൊഴുകിയെത്തി. സാധാരണഗതിയിൽ ആ ഗന്ധം അവർക്ക് വലിയ സന്തോഷം നൽകുമായിരുന്നു. എന്നാൽ ഇന്ന് ആ സുഗന്ധം പോലും അവരെ ഒറ്റപ്പെടുത്തുകയും ശ്വാസം മുട്ടിക്കുകയും ചെയ്യുന്നതായി തോന്നി. ആ വലിയ തറവാട്ടിൽ ആരും കേൾക്കാനില്ലാത്ത തന്റെ ഭാഗം പറയാനാവാതെ അവർ മൗനത്തിന്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നുപോയി. ഒന്നിനു പിറകെ ഒന്നായി 4 മക്കളുടെയും കാറുകൾ തറവാടിന്റെ മുറ്റത്തെ പൊടി പറത്തിക്കൊണ്ടുവന്നു നിന്നു. വാതിൽ വലിച്ചു തുറന്നിറങ്ങിവന്ന അവരുടെ മുഖത്ത് ദേഷ്യവും ആകാംക്ഷയും നിഴലിച്ചു. ഇറയത്ത് തളർന്നിരിക്കുന്ന അമ്മയെ കണ്ടതും അവർക്ക് സ്വയം നിയന്ത്രിക്കാനായില്ല. എന്താണിതൊക്കെ അമ്മേ? നാട്ടിൽ ആരുടെയും മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയായി. രമേശ് ഒരു ന്യായാധിപന്റെ അധികാരത്തോടെ സംഭാഷണത്തിന് തുടക്കമിട്ടു. ആരായിരുന്നു അയാൾ? എന്തിനമ്മ അയാളുടെ കൂടെ ഹോട്ടലിൽ പോയത്? പറയ്. സുരേഷ് അക്ഷമനായി അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അച്ഛന്റെ ആത്മാവ് പോലും പൊറുക്കില്ല. ഞങ്ങളെ ഒന്നും ഓർത്തില്ലല്ലോ അമ്മ. ഞങ്ങളുടെ ജീവിതം കൂടിയാണ് തുലാസിലായത്. സാവിത്രി കണ്ണുനീരോടെ പറഞ്ഞു. ചോദ്യങ്ങൾ ശരങ്ങൾ പോലെ പാഞ്ഞുവന്നു. അവരുടെ സംഭാഷണത്തിൽ സ്നേഹത്തിന്റെയോ സഹാനുഭൂതിയുടെയോ ഒരു കണിക പോലുമില്ലായിരുന്നു. പകരം തങ്ങൾക്കിനി വരാൻ പോകുന്ന അപമാനത്തെക്കുറിച്ചുള്ള ഭയം മാത്രം. ലക്ഷ്മിയമ്മ ഒന്നും മിണ്ടിയില്ല. അവർ നിർവികാരിയായി മക്കളുടെ മുഖത്തേക്ക് നോക്കി. താൻ പ്രസവിച്ചു വളർത്തിയ മക്കളാണോ മുന്നിൽ നിൽക്കുന്നതെന്ന് അവർക്ക് സംശയം തോന്നി. അവരുടെ മൗനം മക്കളുടെ ദേഷ്യം ഇരട്ടിപ്പിച്ചു. ഒന്ന് വാ തുറന്ന് പറയമ്മേ, ഞങ്ങൾക്കറിയണം. രമേശ് അലറി. അപ്പോഴും നിറകണ്ണുകളോടെ അവരെ നോക്കിയിരിക്കാനേ ലക്ഷ്മിയമ്മയ്ക്ക് കഴിഞ്ഞുള്ളൂ. ഒടുവിൽ നേർത്ത വിറയാർന്ന സ്വരത്തിൽ അവർ പറഞ്ഞു, നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. ആ ഒറ്റ വാചകം അവരുടെ ദേഷ്യത്തിന്റെ തീയിൽ എണ്ണ ഒഴിച്ചതുപോലെയായി. മക്കളുടെ ശകാരവാക്കുകൾ കേട്ട് തളർന്ന് തന്റെ മുറിയിലടച്ചിരുന്ന ലക്ഷ്മി അമ്മയുടെ മനസ്സിലേക്ക് ഓർമ്മകൾ വേലിയേറ്റം പോലെ ഇരിച്ചെത്തി. ഗോപാലൻ നായരുമായുള്ള വിവാഹം കഴിഞ്ഞ നാളുകൾ. പുറമേ മാന്യനും സുമുഖനുമായിരുന്നു അദ്ദേഹം. നാട്ടുകാർക്കും ബന്ധുക്കൾക്കും അദ്ദേഹം മാതൃകാപുരുഷനായിരുന്നു. എന്നാൽ ആ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ താൻ അനുഭവിച്ച അവഗണനയും ഒറ്റപ്പെടലും മറ്റാരും അറിഞ്ഞിരുന്നില്ല. ബിസിനസ് ആവശ്യങ്ങൾ എന്നു പറഞ്ഞ അദ്ദേഹത്തിന്റെ നീണ്ട യാത്രകൾ. ഒരിക്കൽ തനിക്ക് കലശലായ പനി പിടിച്ചു കിടന്നപ്പോൾ പോലും ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടെന്നു പറഞ്ഞ് അദ്ദേഹം മദ്രാസിലേക്ക് പോയത് അവർ ഓർത്തു. പലപ്പോഴും രാത്രി വൈകിയുള്ള വരവുകൾ, ഫോണിലെ അടക്കിപ്പിടിച്ച സംസാരങ്ങൾ. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു സിനിമാ ടിക്കറ്റ് കിട്ടിയപ്പോൾ ചോദിച്ചതിന് തനിക്ക് കിട്ടിയ ശകാരം. സംശയങ്ങൾ തോന്നുമ്പോഴൊക്കെ മക്കളുടെ മുഖമോർത്ത് അവരെല്ലാം ഉള്ളിലൊതുക്കി. അവർക്ക് നല്ലൊരച്ഛനെ നൽകാൻ, ഒരു കുടുംബം നിലനിർത്താൻ അവർ സ്വന്തം ആഗ്രഹങ്ങളും സന്തോഷങ്ങളും ബലി കൊടുത്തു. ഗോപാലൻ നായർ എന്ന വിഗ്രഹത്തെ മക്കളുടെ മനസ്സിൽ അവർ തകരാതെ കാത്തു. ഏകദേശം 1 മാസം മുൻപാണ് വിനോദ് ആദ്യമായി ആ തറവാട്ടിലേക്ക് കയറി വരുന്നത്. ചാറ്റൽ മഴയുള്ള ഒരു വൈകുന്നേരം. 24-25 വയസ്സു പ്രായം തോന്നിക്കുന്ന മെലിഞ്ഞ, കണ്ണുകളിൽ ഒരുതരം നിസ്സഹായത നിറഞ്ഞ ചെറുപ്പക്കാരൻ. എനിക്കൊന്ന് ലക്ഷ്മിയമ്മയെ കാണണമായിരുന്നു, അവൻ പതർച്ചയോടെ പറഞ്ഞു. അവനെ കണ്ടപ്പോൾ ലക്ഷ്മിയമ്മയ്ക്ക് ആദ്യം അപരിചിതത്വം തോന്നി. അവൻ തന്റെ തോളിലിരുന്ന പഴയ ബാഗിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ കുറച്ച് കടലാസുകൾ പുറത്തെടുത്തു. അതിൽ മഞ്ഞിച്ചു തുടങ്ങിയ ഒരു ഫോട്ടോയും കുറച്ചു കത്തുകളുമുണ്ടായിരുന്നു. ഗോപാലൻ നായർ തനിക്ക് പരിചയമില്ലാത്ത ഒരു യുവതിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ. ഇത് എന്റെ അമ്മയാണ്. ഇതെന്റെ അച്ഛനാണെന്ന് അമ്മ മരിക്കും മുൻപ് പറഞ്ഞിട്ടുണ്ട്, അവൻ വിറയലൂടെ പറഞ്ഞു. ലക്ഷ്മി അമ്മയുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചുപോകുന്നതുപോലെ തോന്നി. വർഷങ്ങളായി മനസ്സിൽ ഉറങ്ങിക്കിടന്ന സംശയങ്ങൾ ഒരു ഭൂകമ്പം പോലെ പുറത്തുവന്നു. അവർ ആദ്യം അവനെ നിഷേധിച്ചു, ആട്ടിപ്പുറത്താക്കാൻ ശ്രമിച്ചു. നുണ പറയരുത്, ഇറങ്ങിപ്പോയി വിടുന്ന് അവർ അലറി. പക്ഷേ
അവന്റെ കണ്ണുകളിലെ സത്യസന്ധതയും നിസ്സഹായതയും കണ്ടപ്പോൾ, ആ മുഖത്തെവിടെയോ തന്റെ ഭർത്താവിന്റെ നേരിയ ഛായ കണ്ടപ്പോൾ അവരുടെ മനസ്സലിഞ്ഞു. അന്നുമുതൽ വിനോദ് ഇടയ്ക്കിടെ അവിടെ വരാൻ തുടങ്ങി. അവന്റെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തെക്കുറിച്ച് അവൻ അവരോട് പറഞ്ഞു. അച്ഛൻ ആരാണെന്നറിയാതെ സമൂഹം അവനെ തന്തയില്ലാത്തവനെന്ന് വിളിച്ച് ആക്ഷേപിച്ച കഥകൾ കേട്ടപ്പോൾ ലക്ഷ്മി അമ്മയുടെ കണ്ണു നിറഞ്ഞു. അവർ ഭക്ഷണം വിളമ്പി, അവന്റെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ കഴുകിക്കൊടുത്തു. അവന്റെ കാര്യങ്ങൾ ക്ഷമയോടെ കേട്ടിരുന്നു. വർഷങ്ങളായി ആ വലിയ വീട്ടിൽ താൻ അനുഭവിച്ച ഏകാന്തതയ്ക്ക് വിനോദിന്റെ സാന്നിധ്യം ഒരു മരുന്നായി മാറി. മക്കളെല്ലാം അവരവരുടെ തിരക്കുകളിലേക്ക് ഒതുങ്ങിയപ്പോൾ തനിക്ക് വേണ്ടി സംസാരിക്കാനും തന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാനും ഒരാൾ. അവനിൽ അവർ ഒരു കാമുകനെയല്ല കണ്ടത്. തനിക്ക് നഷ്ടപ്പെട്ട സ്നേഹവും വാത്സല്യവും തിരികെ നൽകാൻ വന്ന സ്വന്തം മകനെയാണ്. അവനിലൂടെ താൻ അനുഭവിച്ച അതേ വേദന മറ്റൊരു രൂപത്തിൽ അനുഭവിച്ച ഒരു നിസ്സഹായ ജീവനെയാണ് അവർ കണ്ടത്. തൃശൂരിലേക്കുള്ള യാത്ര അവന്റെ അമ്മയുടെ ഒരു പഴയ ബന്ധുവിനെ കാണാനും അവനൊരു ജോലിക്ക് വേണ്ടി ശുപാർശ ചെയ്യാനുമായിരുന്നു. ഗോപാലൻ നായരുടെ ഒരു പഴയ സുഹൃത്തായിരുന്നു ആ ബന്ധു. ഒരു രാത്രി അവിടെ തങ്ങേണ്ടി വന്നാൽ തങ്ങാം. ഒരമ്മയും മകനും പോകുന്നതിൽ എന്താണ് തെറ്റ്? അവർ ചിന്തിച്ചു. ആ ചിന്തയാണ് അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. മക്കളുടെ വിചാരണ സഹിക്കാവുന്നതിലപ്പുറമായപ്പോൾ ലക്ഷ്മിയമ്മ ഒടുവിൽ ആ രഹസ്യം വെളിപ്പെടുത്താൻ തീരുമാനിച്ചു. സ്വീകരണമുറിയിൽ 4 മക്കളുടെയും മുന്നിൽ അവർ ഒരു പ്രതിയെപ്പോലെ നിന്നു. ഭിത്തിയിലെ ഗോപാലൻ നായരുടെ ചിത്രത്തിലേക്ക് അവർ ഒരു നിമിഷം നോക്കി. നിങ്ങൾ അറിയേണ്ട ഒരു സത്യമുണ്ട്. അവരുടെ ശബ്ദമിടറി. അന്നെന്റെ കൂടെയുണ്ടായിരുന്ന വിനോദ്, അവൻ നിങ്ങളുടെ അച്ഛന്റെ മകനാണ്, നിങ്ങളുടെ സഹോദരനാണ്. മുറിയിൽ ഒരു ശ്മശാനമൂകത തളം കെട്ടി. മക്കൾ ഞെട്ടിത്തരിച്ച് പരസ്പരം നോക്കി. അവരുടെ മുഖത്തെ രോഷം പതിയെ അവിശ്വസനീയതയ്ക്ക് വഴിമാറി. വർഷങ്ങളായി താൻ മനസ്സിൽ കൊണ്ടു നടന്ന ഭർത്താവിന്റെ ചതിയുടെ കഥയും വിനോദിന്റെ നിസ്സഹായതയും അവർ വിവരിച്ചു. ഓരോ വാക്കും കേൾക്കുന്തോറും മക്കളുടെ മുഖം വിളറി വെളുത്തു. ആരാധിച്ചിരുന്ന പിതാവിന്റെ മറ്റൊരു മുഖം അവർക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല. അത്തൊറി മരുമുറിയിലുണ്ടായിരുന്ന നേർത്തെ പ്രകാശത്തെ പോലും ഇല്ലാതാക്കുന്ന തരത്തിൽ ആ സത്യം അവർമേലൊരു കരിമ്പടം പോലെ വന്നു വീണു. അച്ഛൻ പറഞ്ഞ വാക്കുകൾ ഒരു ഇടിത്തീ പോലെ അവരുടെ കാതുകളിൽ തുളച്ചുകയറി ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി. ഓരോ വാക്കും ഒരു ചുറ്റികയായി മാറി വർഷങ്ങളായി മനസ്സിൽ പ്രതിഷ്ഠിച്ചുവെച്ച അച്ഛനെന്ന സ്നേഹവിഗ്രഹത്തെ അടിച്ചു തകർത്തു. ആരാധനയോടെ അഭിമാനത്തോടെ അവർ ലോകത്തിനു മുന്നിൽ ഉയർത്തിപ്പിടിച്ച ആ വലിയ മനുഷ്യൻ ഒരു കണ്ണാടിച്ചീളുപോലെ ചിതറിത്തെറിച്ചു. ആ മനുഷ്യന്റെ ഇരുണ്ട അപരിചിതമായ മുഖം അവർക്കുൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ആ യാഥാർത്ഥ്യത്തിനു മുന്നിൽ അവരുടെ ലോകം നിശ്ചലമായി. ആദ്യത്തെ നിശബ്ദതയെ ഭേദിച്ചത് രമേശിന്റെ രോഷം കലർന്ന വാക്കുകളായിരുന്നു. അവന്റെ കണ്ണുകൾ ജ്വലിച്ചു. അച്ഛനോടുള്ള അടക്കാനാവാത്ത ദേഷ്യം മുഴുവൻ അവൻ അമ്മയോടെ നേരെ തിരിച്ചു. ഇത്രയും കാലം ഇത്രയും വലിയൊരു ചതി എന്തിനാണ് ഞങ്ങളിൽ നിന്ന് മറച്ചുവെച്ചത്? അവന്റെ ശബ്ദമുയർന്നു. അച്ഛൻ ഞങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. അതിനമ്മയും കൂട്ടുനിന്നു, അല്ലേ? ഞങ്ങളെ വിഡ്ഢികളാക്കുകയായിരുന്നില്ലേ രണ്ടുപേരും? അവന്റെ വാക്കുകൾക്ക് ശക്തി പകർന്നുകൊണ്ട് സുരേഷ് മിടിച്ചുകയറി. സത്യസന്ധതയെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ച ആളാണ്. കുടുംബമഹിമയെക്കുറിച്ച് വാചാലനായ ആളാണ്. ഇതാണോ ആ മഹിമ? ഒരു അന്യരക്തത്തെ ഉണ്ടാക്കിവെച്ചതും? അതെല്ലാം അറിഞ്ഞുകൊണ്ട് അമ്മയെന്ന പുണ്യാളത്തി ഒന്നും മിണ്ടാതെ എല്ലാം സഹിച്ചു, അല്ലേ? എന്തിനായിരുന്നു ഈ നാടകം? അവന്റെ കൈകൾ മുഷ്ടി ചുരുട്ടി വിറച്ചു. അടക്കിവെച്ച ദേഷ്യം മുഴുവൻ അടുത്തുള്ള മേശയിൽ ആഞ്ഞടിച്ചപ്പോൾ അതിലിരുന്ന ചില്ലുപാത്രം നിലത്തു വീണുടഞ്ഞു. ആ മുറിയിൽ ചിതറിയ ചില്ലുകൾ പോലെ അവരുടെ മനസ്സും തകർന്നുപോയിരുന്നു. എന്നാൽ സാവിത്രിയുടെ നോട്ടം ചെന്നെത്തിയത് അമ്മയുടെ വിളറിയ മുഖത്തേക്കായിരുന്നു. കാലങ്ങളായി എല്ലാം ഉള്ളിലൊതുക്കി നീറിപ്പുകഞ്ഞ ആ ജീവിതം അവൾക്ക് മുന്നിൽ തെളിഞ്ഞു. സഹതാപത്തോടെ അവൾ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് ആ തളർന്ന തോളിൽ കൈവച്ചു. പാവം എന്റെ അമ്മ, എത്ര കാലമായി ഒറ്റയ്ക്ക് സഹിക്കുന്നു ഈ ഭാരം, ഞങ്ങളാരും അറിയാതെ. അവൾ അമ്മയെ തന്നോട് ചേർത്ത് പിടിച്ചു. അമ്മയുടെ കണ്ണിൽ നിന്ന് അടർന്നു വീണ കണ്ണുനീർത്തുള്ളി അവളുടെ കൈകളെ പൊള്ളിച്ചു. ഇതെല്ലാം കണ്ടും കേട്ടും രാജേഷ് ഒരു പ്രതിമ കണക്കെ നിന്നു. അവന്റെ മനസ്സിൽ അച്ഛനുമൊത്തുള്ള പഴയ ഓർമ്മകൾ തിരയടിക്കുകയായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ തോളിലിരുത്തി ഉത്സവപ്പറമ്പിലൂടെ നടന്ന അച്ഛൻ, പരീക്ഷയിൽ ആദ്യമായി 1ാം സ്ഥാനം വാങ്ങപ്പോൾ അഭിമാനത്തോടെ നെറ്റിയിൽ മുത്തം തന്ന അച്ഛൻ, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും തളരരുതെന്ന് ഉപദേശിച്ച അച്ഛൻ. ഓരോ ഓർമ്മയും ഇപ്പോൾ അവന്റെ ഹൃദയത്തിൽ മുള്ളുപോലെ തറച്ചു. ആർദ്രതയും കാരുണ്യവും നിറഞ്ഞ ആ മുഖം ഒരു മുഖമൂടിയായിരുന്നു. അവൻ എന്തു ചിന്തിക്കണമെന്നറിയാതെ, ആരുടെ ഭാഗത്ത് നിൽക്കണമെന്നറിയാതെ കുഴങ്ങി. പക്ഷെ ആ വൈകാരിക കൊടുങ്കാറ്റിനിടയിലും ഒറ്റക്കാര്യത്തിൽ അവർ 4 പേരും ഒറ്റക്കെട്ടായിരുന്നു. വിനോദ്. ആ പേര് സുരേഷാണ് അറപ്പോടെ ഉച്ചരിച്ചത്. അവൻ അച്ഛന്റെ തെറ്റിന്റെ ജീവിക്കുന്ന തെളിവ്. അവനെ ഈ കുടുംബത്തിന്റെ ഭാഗമാക്കാൻ ഞങ്ങളെ കിട്ടില്ല. രമേശ് അത് ശരിവച്ചു. അതെ, ആ അന്യരക്തത്തിന് ഈ വീടിന്റെ പടി ചവിട്ടാൻ യോഗ്യതയില്ല. അത് അച്ഛൻ ചെയ്ത തെറ്റാണ്. അതിന്റെ ഭവിഷ്യത്തും അച്ഛൻ തന്നെ അനുഭവിക്കണം. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുന്നിൽ ഞങ്ങളെ അപമാനിതരാക്കാൻ സമ്മതിക്കില്ല. അച്ഛനോടുള്ള സ്നേഹം മനസ്സിൽ ബാക്കിയുണ്ടായിരുന്നിട്ടും രാജേഷിനും ആ കാര്യത്തിൽ എതിരഭിപ്രായമുണ്ടായിരുന്നില്ല. തങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നുവരുന്ന ആ പുതിയൊരാളെ അംഗീകരിക്കാൻ അവനും തയ്യാറായിരുന്നില്ല. അത് തങ്ങൾക്കൊരു അപമാനമായി, തങ്ങളുടെ അമ്മയുടെ കണ്ണുനീരിനുള്ള വിലയിടിവായി അവർ ഒന്നടങ്കം കരുതി.
അച്ഛനെന്ന വിഗ്രഹം തകർന്ന് തരിപ്പണമായപ്പോൾ ആ തകർച്ചയിൽ നിന്ന് രൂപം കൊണ്ടത് വെറുപ്പിന്റെയും നിഷേധത്തിന്റെയും ഒരു ഉരുക്കുകോട്ടയായിരുന്നു. ആ കോട്ടയ്ക്ക് പുറത്തു നിർത്താനായി അവർ ഒരേ മനസ്സോടെ ഒരു പേര് കുറിച്ചു: വിനോദ്. പ്രഭാതസൂര്യന്റെ ഇളംവെയിൽ ആ ഗ്രാമവഴികളിൽ പരക്കും മുൻപേ ഗോപിയുടെ ചായക്കടയിൽ പുതിയ വാർത്തയുടെ ചൂട് പരന്നിരുന്നു. ആവി പറക്കുന്ന ചായ ഗ്ലാസുകൾക്കും ഉഴുന്നുവടയുടെ മണത്തിനും മീതെ അടക്കിപ്പിടിച്ച സംസാരങ്ങൾ ആ ചെറിയ കടയ്ക്കുള്ളിൽ മുഴങ്ങി. ദിവസവും രാഷ്ട്രീയവും കൃഷിയും ചർച്ച ചെയ്തിരുന്ന ആ ഇടം ഒരു പുതിയ കഥയ്ക്ക് കാതോർത്തു. ആർക്കും അറിയില്ലായിരുന്നു ആ സത്യം എങ്ങനെയാണ് പുറംലോകമറിഞ്ഞതെന്ന്. ഒരുപക്ഷെ ഗോപാലൻ നായരുടെ വീടിന്റെ ചുമരുകൾക്ക് കാതുകളുണ്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ സ്വയം സംസാരിക്കാനുള്ള കഴിവ് കുറ്റബോധത്തിനുണ്ടായിരുന്നിരിക്കാം. കാരണം എന്തുതന്നെയായാലും ഗ്രാമത്തിന്റെ സംസാര വിഷയം മാറിയിരുന്നു. അപ്പോ ഇതായിരുന്നല്ലേ യഥാർത്ഥ കഥ? പാവമാ ലക്ഷ്മി ആരുമറിയാതെ എത്ര കാലം നീറിപ്പൊകഞ്ഞു കാണും. ചായ ഊതിക്കുടിച്ചുകൊണ്ട് കുറുക്കുമാഷ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ആഴത്തിലുള്ള സഹതാപം നിഴലിച്ചു. നമ്മളൊക്കെ എത്ര പെട്ടെന്നാണ് ഒരാളെ കല്ലെറിയാൻ തയ്യാറാവുന്നത്. സത്യാവസ്ഥ അറിയാതെ ആ സ്ത്രീയെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞു. അവിടെയുണ്ടായിരുന്ന പല തലകളും അത് ശരിവച്ചുകൊണ്ട് ആടി. അവർ ചെയ്തതിലും എത്രയോ വലിയ തെറ്റല്ലേ ഈ ഗോപാലൻ നായർ ചെയ്തത്. സ്വന്തം ഭാര്യയെയും മക്കളെയും വഞ്ചിച്ചു. എന്നിട്ടും നമ്മളെല്ലാവരും കൂടി ആ പാവം സ്ത്രീയെ കുറ്റക്കാരിയാക്കി. പാൽ വാങ്ങാനെത്തിയ ഒരു സ്ത്രീയുടെ ശബ്ദത്തിൽ രോഷം കലർന്നിരുന്നു. ഒരു പുരുഷൻ എന്ത് തെറ്റ് ചെയ്താലും അതവന്റെ മിടുക്ക്. പെണ്ണൊന്നു പിഴച്ചാൽ അത് കുലത്തിന് മുഴുവൻ നാണക്കേടും. എന്ത് നീതിയാണിത്? അതുവരെ അപവാദം പറഞ്ഞിരുന്ന പല നാവുകളും ലക്ഷ്മിക്ക് അനുകൂലമായി ചലിച്ചു തുടങ്ങി. ഗോപാലൻ നായരുടെ മാന്യതയുടെ മുഖമൂടി അഴിഞ്ഞു വീണപ്പോൾ പലർക്കും ലക്ഷ്മിയുടെ നിസ്സഹായത മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ പഴയ കഥയിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നവരും അവിടെയുണ്ടായിരുന്നു. എരുതിയിൽ എണ്ണയൊഴിക്കാനെന്നോണം ചാത്തുണ്ണിയാശാൻ ഇടക്ക് കയറി. എന്തൊക്കെ പറഞ്ഞാലും ഒരന്യപുരുഷന്റെ കൂടെ ഹോട്ടലിൽ പോയി താമസിച്ചത് അത്ര ശരിയാണോ? തറവാട്ടിൽ പിറന്ന ഒരു സ്ത്രീക്ക് ചേരുന്ന പണിയാണോ അത്? അത് കേട്ടതും കുറുപ്പുമാഷിന്റെ മുഖം ചുവന്നു. ചാത്തുണ്ണി, ഭർത്താവിന്റെ ചതിയിൽ മനസ്സ് തകർന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു പെണ്ണിന്റെ അവസ്ഥയൊന്നോർത്തു നോക്കൂ. ആ സമയത്ത് ഒരാൾ സഹായവുമായി വന്നാൽ അതിനെ ഏത് കണ്ണിലാ കാണേണ്ടത്? നിങ്ങൾ പറയുന്ന ആ ശരിതെറ്റുകൾക്കപ്പുറമാണ് മനുഷ്യന്റെ നിസ്സഹായത. ചായക്കടയിലെ ആ തർക്കം അവിടെ അവസാനിച്ചില്ല. അത് അലയലകളായി ഗ്രാമം മുഴുവൻ പടർന്നു. പുഴക്കടവിൽ അലക്കാനിരുന്ന പെണ്ണുങ്ങൾക്കിടയിലും അമ്പലമുറ്റത്തെ ആൽത്തറയിലും കവലയിലെ പീഡികത്തിണ്ണയിലും അതൊരു പുതിയ ചർച്ചയ്ക്ക് തിരികൊളുത്തി. കഥകൾക്ക് പുതിയ നിറങ്ങളും ഭാവങ്ങളും കൈവന്നു. ചിലർ ലക്ഷ്മിയെ ഒരു പുണ്യാളത്തിയായി ചിത്രീകരിച്ചപ്പോൾ മറ്റു ചിലർ അവരുടെ ഹോട്ടൽ വാസത്തിന് പുതിയ ഭാവനകൾ ചമച്ചു. സമൂഹം അങ്ങനെയാണ്. അതിനൊരിക്കലും പൂർണ്ണമായി ഒരാളുടെ പക്ഷം ചേരാനാവില്ല. അത് സത്യത്തിനും മിഥ്യയ്ക്കുമിടയിലൂടെ ഒഴുകുന്ന ഒരു പുഴ പോലെയാണ്. ചിലപ്പോഴത് സത്യത്തിന്റെ തെളിനീർ കൊണ്ടുവരും, മറ്റു ചിലപ്പോൾ അപവാദങ്ങളുടെ ചെളി കളക്കിമറിക്കും. ആ ഗ്രാമത്തിലന്ന് സത്യത്തിന്റെ കാറ്റുവീശി തുടങ്ങിയിരുന്നു. എങ്കിലും അപവാദങ്ങളുടെ പൊടിപടലങ്ങൾ പൂർണ്ണമായി അടങ്ങിയിട്ടുമുണ്ടായിരുന്നില്ല. ലക്ഷ്മിയമ്മയുടെ ജീവിതം വീണ്ടും ആ ഗ്രാമത്തിന്റെ വിചാരണയ്ക്ക് നടുവിലായിരുന്നു. ഇത്തവണ സാക്ഷിക്കൂട്ടിൽ അവരോടൊപ്പം ഗോപാലൻ നായരുമുണ്ടായിരുന്നു എന്നു മാത്രം. പുറത്ത് ഗ്രാമം പലവിധ കഥകൾ പറഞ്ഞ് ഇരുട്ട് വെളുത്തപ്പോൾ ആ തറവാട്ടിനുള്ളിൽ മറ്റൊരു കൊടുങ്കാറ്റ് രൂപപ്പെടുകയായിരുന്നു. അച്ഛൻ തകർത്തുകളഞ്ഞ അഭിമാനത്തിന്റെ കഷ്ണങ്ങൾ പെറുക്കിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു ആ 4 മക്കളും. അവരുടെ ചർച്ചകൾക്കൊടുവിൽ അവർ ഒറ്റ തീരുമാനത്തിലെത്തി. അവനെ ഇവിടെ നിന്ന് പറഞ്ഞുവിടണം, എത്രയും പെട്ടെന്ന്. നമുക്കീ നാണക്കേട് വേണ്ട. അച്ഛൻ ചെയ്ത തെറ്റിന് നമ്മളെന്തിന് തലകുനിക്കണം? അതെ, സുരേഷ് രോഷത്തോടെ മുഷ്ടി ചുരുട്ടി. അവന് കുറച്ച് പണം കൊടുത്ത് ഈ പ്രശ്നം എന്നേക്കുമായി തീർക്കണം. അവന്റെ നിഴൽ പോലും ഈ വീടിന്റെ പരിസരത്ത് മേലാൽ കണ്ടുപോകരുത്. സാവിത്രിയും രാജേഷും മൗനമായത് ശരിവച്ചുകൊണ്ട് ആടി. തങ്ങളുടെ ഭാവിയെ, സാമൂഹികമായ നിലനിൽപ്പിനെ ആ അന്യരക്തം കാർന്നു തിന്നുമോ എന്ന ഭയം അവരെയും കീഴ്പ്പെടുത്തി. ആ നിമിഷം വരെ മൗനമായി നിലത്ത് ദൃഷ്ടിയൂന്നിയിരിക്കുകയായിരുന്ന ലക്ഷ്മിയമ്മ പതിയെ തലയുയർത്തി. അതുവരെ ദുർബലയായി തളർന്നുപോയ ഒരു സ്ത്രീയായിരുന്നു അവരുടെ മുഖമെങ്കിൽ ആ മുഖം മാറാൻ ഒരു നിമിഷം മാത്രമേ വേണ്ടിവന്നുള്ളൂ. കണ്ണിന്റെ കണ്ണിനീരിന്റെ നനവുപറ്റി അവിടെ ഒരു ദൃഢനിശ്ചയത്തിന്റെ അഗ്നി ആളിക്കത്തി. പതിറ്റാണ്ടുകളായി ഭർത്താവിന്റെയും മക്കളുടെയും നിഴലിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ആ സ്ത്രീയുടെ നട്ടെല്ല് നിവർന്നു. തന്റെ ജീവിതത്തിലെ ഏറ്റവും ധീരമായ, ഏറ്റവും ശരിയായ തീരുമാനമെടുക്കാൻ അവർ ഉറച്ചിരുന്നു. ഇല്ല, പാറ പോലെ ഉറച്ചതായിരുന്നു ആ ശബ്ദം. ശാന്തമായിരുന്നെങ്കിലും ആ ഒരൊറ്റ വാക്കിൽ ആ മുറിയിലെ സകല എതിർപ്പുകളും ഒരു നിമിഷം നിശ്ചലമായി. മക്കൾ അവിശ്വസനീയതയോടെ ലക്ഷ്മിയമ്മയെ നോക്കി. ലക്ഷ്മിയമ്മ തുടർന്നു. അവൻ എന്റെ ഭർത്താവിന്റെ രക്തമാണ്.
ഈ തറവാടിന്റെ ഭാഗമാണ്. തെറ്റ് ചെയ്തത് അവനല്ല, നിങ്ങളുടെ അച്ഛനാണ്. ആ തെറ്റിന്റെ മുഴുവൻ ഫലവും ഒരായുസ് മുഴുവൻ അനുഭവിച്ചത് ആ പാവം കുട്ടിയും അവന്റെ അമ്മയുമാണ്. ഇനിയും അവനെ അപമാനിച്ചു പണം കൊടുത്ത് തെരുവിലേക്ക് വലിച്ചെറിയാൻ ഞാൻ സമ്മതിക്കില്ല. അവരുടെ ശബ്ദം ചെറുതായി ഇടറിയെങ്കിലും വാക്കുകൾക്ക് മൂർച്ചയേറി. അച്ഛൻ ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യാനുള്ള ഒരവസരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ അവൻ എനിക്കും മകനാണ്. ഈ വീട്ടിൽ, ഈ തറവാട്ടിൽ നിങ്ങൾക്കോരോരുത്തർക്കുമുള്ള അതേ അവകാശം അവനുമുണ്ട്. അവർ ഓരോ മക്കളുടെയും കണ്ണുകളിലേക്ക് മാറി മാറി നോക്കി. ഇനി അവൻ ഇവിടെ താമസിക്കും, എന്റെ കൂടെ, എന്റെ കൺവട്ടത്ത്. അതൊരപേക്ഷയായിരുന്നില്ല, അടിയുറച്ച തീരുമാനമായിരുന്നു. സാമൂഹികമായ എല്ലാ വിലക്കുകളെയും, കുടുംബത്തിന്റെ മാനം എന്ന പൊള്ളയായ വാദങ്ങളെയും, മക്കളുടെ സ്വാർത്ഥമായ എതിർപ്പുകളെയും അവർ ആ ഒരൊറ്റ തീരുമാനം കൊണ്ട് തകർത്തെറിഞ്ഞു. അതുവരെ അമ്മയുടെ കണ്ണീർ മാത്രം കണ്ട് ശീലിച്ച മക്കൾ അവരുടെ ഉള്ളിലെ ഉരുക്കായ സ്ത്രീയെ കണ്ട് സ്തബ്ധരായി നിന്നുപോയി. ആ തറവാട്ടിലെ അധികാരം, അതിന്റെ വിധി ആദ്യമായി ലക്ഷ്മിയമ്മയുടെ കൈകളിലേക്ക് വന്നിരിക്കുകയായിരുന്നു. അതുവരെ ആ തറവാട്ടിന്റെ അധികാര കേന്ദ്രമായിരുന്ന മക്കളുടെ വാക്കുകൾക്ക് മേലെ അമ്മയുടെ തീരുമാനം ഒരു ഇടിമുഴക്കം പോലെ പതിച്ചപ്പോൾ 4 പേരും ഒരു നിമിഷം സ്തബ്ധരായി. അമ്മയുടെ മുഖത്തവർ അതുവരെ കാണാത്ത ഒരു ഭാവം, വർഷങ്ങളായി ഉള്ളിലൊതുക്കിയ നോവുകളിൽ നിന്നും രൂപം കൊണ്ട ഉരുക്കിന്റെ കാഠിന്യം. ആദ്യത്തെ നിശബ്ദത ഭേദിച്ചത് രമേശായിരുന്നു. അമ്മയ്ക്ക് ഭ്രാന്താണോ? ഞങ്ങൾക്ക് മുകളിലാണോ അമ്മയ്ക്ക് ഇന്നലെ വന്നവൻ? അവന്റെ ശബ്ദത്തിൽ അവിശ്വസനീയതയും രോഷവും നിറഞ്ഞിരുന്നു. അവനിവിടെയുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പടി ചവിട്ടില്ല. സുരേഷ് തീർത്തു പറഞ്ഞു. അമ്മയ്ക്ക് തീരുമാനിക്കാം. ഞങ്ങൾ വേണോ, അതോ അച്ഛന്റെ തീറ്റിന്റെ ആ ബാക്കി പത്രമോ? ലക്ഷ്മിയമ്മയുടെ മുഖത്ത് ഭാവഭേദമുണ്ടായില്ല. നിങ്ങൾ എന്റെ വയറ്റിൽ പിറന്ന മക്കളാണ്. അവൻ എന്റെ ഭർത്താവിന്റെ രക്തമാണ്. എനിക്കാരെയും തെരുവിലേക്ക് തള്ളാൻ കഴിയില്ല. ആ വാക്കുകൾ കേൾക്കാൻ അവർ തയ്യാറായിരുന്നില്ല. ശരി, എന്നാൽ അമ്മ ഒറ്റയ്ക്ക് ജീവിച്ചോ എന്ന് രോഷത്തോടെ പ്രഖ്യാപിച്ച് രമേഷും സുരേഷും പുറത്തേക്കിറങ്ങി. കാറ് സ്റ്റാർട്ട് ചെയ്യുന്നതും ചരൽക്കല്ലുകൾ ചിതറിച്ച് അത് പാഞ്ഞുപോകുന്നതുമായ ശബ്ദം ആ വീടിന്റെ നിശബ്ദതയെ മുറിച്ചു. ആ ശബ്ദം നിലച്ചപ്പോൾ അവശേഷിച്ചത് ശ്വാസം മുട്ടിക്കുന്ന ഒരു ഏകാന്തതയായിരുന്നു. സാവിത്രി കരഞ്ഞുകൊണ്ട് ലക്ഷ്മിയമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മയെ കാണാൻ ഞാൻ വരും എന്നവർ തേങ്ങലുകളിൽമിടെ വാക്കു നൽകി. അവരുടെ കണ്ണിൽ സ്നേഹവും നിസ്സഹായതയും ഒരുപോലെ നിഴലിച്ചു. രാജേഷ് ഒന്നും മിണ്ടിയില്ല. അവൻ ലക്ഷ്മിയമ്മയുടെ മുഖത്തേക്ക് നോക്കി. ആ മുഖത്ത് തെളിഞ്ഞ ദൃഢനിശ്ചയത്തിനു മുന്നിൽ അവൻ തലകുനിച്ചു. പതിയെ താഴെയിരുന്ന ആ കാൽപാദങ്ങളിൽ തൊട്ട് വന്ദിച്ചവൻ നിശബ്ദനായി യാത്ര പറഞ്ഞു. അവന്റെ ആ മൗനം ഒരു പൂർണ്ണ സമ്മതമായിരുന്നില്ലെങ്കിലും അമ്മയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ തനിക്ക് അർഹതയില്ലെന്ന തിരിച്ചറിവായിരുന്നു. ആ നിമിഷം ലക്ഷ്മിയമ്മയുടെ തളർന്ന ഹൃദയത്തിനൊരു ചെറിയ ആശ്വാസമായി. കാലം അതിന്റെ വഴിയെ ഒഴുകി നീങ്ങി. ആ വലിയ തറവാട്ടിൽ ലക്ഷ്മിയമ്മയും വിനോദും ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ആ വീടിനുള്ളിൽ കനത്ത മൗനം തളം കെട്ടി നിന്നു. ഒരു മേശയുടെ 2 തലയ്ക്കും ഇരുന്ന് അവർ ഭക്ഷണം കഴിച്ചു. അത്യാവശ്യത്തിന് മാത്രം സംസാരിച്ചു. എന്നാൽ പതിയെ ആ മഞ്ഞുരുകി തുടങ്ങി. വിനോദ് ആ വീടിന്റെ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധിച്ചു തുടങ്ങി. പറമ്പിലെ കാടുകൾ വെട്ടിത്തെളിച്ചു. അടഞ്ഞുകിടന്ന ജനലുകൾ തുറന്നിട്ടു. കാലങ്ങളായി കേടായി കിടന്ന പൈപ്പ് നന്നാക്കി. ഓരോ പ്രവൃത്തിയിലൂടെയും അവൻ ആ കുടുംബത്തിന്റെ ഭാഗമാകാൻ ശ്രമിക്കുകയായിരുന്നു. അപവാദങ്ങളുടെ കാർമേഘങ്ങൾ പതിയെ ഒഴിഞ്ഞുപോയിരുന്നു. ഒരു ദിവസം അമ്പലത്തിൽ വെച്ച് കുറുപ്പുമാഷ് ലക്ഷ്മിയമ്മയോട് പറഞ്ഞു, ലക്ഷ്മി എടുത്തതാണ് ശരിയായ തീരുമാനം. ഒരു തെറ്റും ചെയ്യാത്ത ആ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടത് മനുഷ്യത്വമാണ്. അത് കേട്ടപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. അകന്നുപോയ മക്കളിൽ നിന്നും ആദ്യമെത്തിയത് രാജേഷായിരുന്നു. ഒരു ഞായറാഴ്ച ഉച്ചയ്ക്ക് അവൻ കയറി വന്നു. അമ്മയ്ക്കിഷ്ടപ്പെട്ട പലഹാരങ്ങൾ ആ കയ്യിലുണ്ടായിരുന്നു. ഇറയത്ത് പത്രം വായിച്ചിരുന്ന വിനോദിനെ കണ്ടപ്പോൾ അവൻ ഒരു നിമിഷം ചിരിച്ചു. പിന്നെ ചെറുതായൊന്ന് തലയാട്ടി. അതൊരു പുതിയ തുടക്കത്തിന്റെ അടയാളമായിരുന്നു. പിന്നാലെ സാവിത്രിയും മക്കളുമായി വരാൻ തുടങ്ങി. കുട്ടികളുടെ കളിച്ചിരികൾ ആ തറവാട്ടിന് നഷ്ടപ്പെട്ട പ്രകാശം തിരികെ നൽകി. ഒരു പ്രഭാതത്തിൽ ഇറയത്തെ ചാരിക്കസേരയിലിരുന്ന് ചായ കുടിക്കുമ്പോൾ ലക്ഷ്മിയമ്മയുടെ കണ്ണുകൾ മുറ്റത്ത് നിന്ന ചെമ്പകമരത്തിൽ പതിച്ചു. വർഷങ്ങളായി ശരിക്കു പൂക്കാതിരുന്ന ആ മരത്തിൽ നിറയെ വെള്ളയും മഞ്ഞയും കലർന്ന പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. അതിന്റെ മാസ്മരിക സുഗന്ധം മുമ്പേനത്തേക്കാളും ശക്തിയോടെ ആ തറവാട് മുഴുവൻ ഒഴുകിപ്പരം. അത് അതിജീവനത്തിന്റെ സുഗന്ധമായിരുന്നു. പൊട്ടിച്ചെറിയപ്പെട്ട ബന്ധങ്ങൾ വീണ്ടും തളിർത്തതിന്റെ ഗന്ധമായിരുന്നു. ഒരു പുതിയ തുടക്കത്തിന്റെ സൗരഭമായിരുന്നു. ആ ഗന്ധം ആസ്വദിച്ചിരിക്കുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ലക്ഷ്മിയമ്മയുടെ മുഖത്ത് തികച്ചും ശാന്തമായ ഒരു പുഞ്ചിരി വിടർന്നു. ഉള്ളിനുള്ളിൽ സമാധാനത്തിന്റെ ഒരു പുതിയ പുറ ഒഴുകിത്തുടങ്ങുന്നത് അവർ അറിഞ്ഞു.